നമ്മുടെ ശിങ്കാരിമേള ഇവിടെ നമുക്ക് തന്നത് നമ്മുടെ പ്രഭാകര മാരാരാണ്. ഒരുപാട് സന്തോഷം. അവർ ഒരുപാട് വെയിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാണ്. തണുപ്പ് കൂടി കഴിഞ്ഞാൽ പിന്നെ ചെണ്ടയുടെ സൗണ്ട് ഒന്നും പുറത്തു വരില്ല എന്ന്. അപ്പൊ അതുകൊണ്ട് അവർ ഓടി കയറിയതാണ്. താങ്ക് യു സോ മച്ച് ആ എനർജിക്ക്. ഓക്കെ, അടുത്തതായിട്ട് ബെൽറ്റൊക്കെ വെച്ച് ടൈറ്റ് ചെയ്ത് കെട്ടി വെച്ച് നടക്കുമ്പോൾ ഒരു പ്രാവശ്യം ചവിട്ടി ഞാൻ കയറിയോ. ഞാൻ ഉരിഞ്ഞു വീണെന്ന് വെച്ചു. ഇനി അത് മതിയല്ല കണ്ടുണ്ട്. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം റോബിൻ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ മിസ്റ്റർ ഫിനിക്സ് ജാക്കോബിന്റെ കയ്യിലോട്ട് ഞാൻ മൈക്ക് പാസ് ചെയ്യാണ്. അദ്ദേഹം കുറച്ച് ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. നമസ്കാരം. നമസ്കാരം. ആദ്യമായിട്ട് ഒരുപാട് നന്ദി ഡോക്ടറിന്റെ അടുത്ത്. കാരണം യാക്കോബ്സിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആവാനായിട്ട് സംസാരിച്ച് വിളിച്ചപ്പോൾ തന്നെ അതിന് സമ്മതം മൂളി ആ ഒരു പ്രൊജക്റ്റിലേക്ക് എൻ്ററായി. ഞങ്ങൾ സംസാരിച്ച് തുടങ്ങിയ അന്ന് മുതൽ ഒരേ മൂവ്മെന്റ്സും എല്ലാ ദിവസവും ഷെയർ ചെയ്ത് ഒരുപാട് ഈ ഒരു പ്രൊജക്റ്റ് ചെയ്ത സമയത്തും എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്ത് ഈ ഒരു ദിവസത്തേക്ക് വേണ്ടി ഡോക്ടർ ഒരുങ്ങി തയ്യാറായി യുഎയിലെ മലയാളികളെ കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ ബോഡിയുടെ ആദ്യത്തെ ആനിവേഴ്സറി ആണ്, ഫസ്റ്റ് ന്യൂ ഇയർ അതുപോലും കളഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നത്. അപ്പൊ അതിന് ഒരുപാട് നന്ദി പറഞ്ഞാൽ തീരാത്ത നന്ദി. കാരണം ഇതൊരു ഡ്രീം പ്രൊജക്റ്റ് ആയിട്ട് തുടങ്ങിയതാണ്. അതിൻ്റെ ഒരു ഫസ്റ്റ് ഫേസ് വിചാരിച്ച പോലെ ഡോക്ടറിന്റെ വരവിനൊപ്പം സക്സസ് ആയി എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ യാക്കോബ്സിനെ എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 2 വർഷമായിട്ട് യുഎയിൽ അറിയാം. യാക്കോബ്സിനെ സ്നേഹിച്ച പോലെ മലയാളികൾ മറ്റൊരു വ്യക്തിയെ സ്നേഹിച്ചുകൊണ്ട് മാത്രമാണ് അത് കൂടുതൽ പറയാനായിട്ട് എൻ്റെ ഭാര്യയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഒരു ബിഗ് ബോസിന്റെ ഫാനായിട്ട് ഡോക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സത്യം പറഞ്ഞാൽ അതിനുശേഷമാണ് ഞാൻ കണ്ടു തുടങ്ങിയത്.
അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോ മനസ്സിലായി മലയാളി ജനങ്ങൾക്ക് ഇതുപോലെ നെഞ്ചിലേറ്റിയ മറ്റൊരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ആ ഒരു സ്നേഹം യാക്കോബ്സിനും ഞങ്ങൾക്ക് കഴിഞ്ഞ 2 വർഷമായിട്ട് കിട്ടിയിട്ടുണ്ട് മലയാളികളുടെ ഇടയിൽ. മറ്റു എല്ലാവരും ഉണ്ട്, പക്ഷെ കൂടുതലും ഒരു കേരളം തീമായതിന്റെ പേരിൽ മലയാളികൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള കുറെ കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ആ ഒരു നൊസ്റ്റാൾജിയ ഫീൽഡിൽ. അതേപോലെ തന്നെയുള്ള ഒരാളെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് ഞാൻ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാനും പുതിയ കുറെ പ്രൊജക്ടുകളിൽ ഡോക്ടർ തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളിലേക്കും വരും കാര്യങ്ങളിലേക്കൊക്കെ ചെയ്യുന്നതും. അപ്പൊ അതിലൊരുപാട് സന്തോഷം. ഡോക്ടറിന് ആദ്യമായിട്ട് എന്താ പറയാ, ഡോക്ടറിനും കുടുംബത്തിനും ഒരുപാട് ഈ ന്യൂ ഇയർ ആയിട്ട് സന്തോഷവും നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഇതിനോട് സഹകരിച്ച ഒരുപാട് പേരുണ്ട്. കാരണം ഇത് ഈ കഴിഞ്ഞ 2 മാസമായിട്ട് ഒരു ഫസ്റ്റ് ഫേസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ രാപകലില്ലാണ്ട് ഒരു രാവിലെ 6:30 മണിക്ക് തുടങ്ങി രാത്രി 12 മണിക്കൊക്കെയാണ് ഇതിന്റെ വർക്ക് ഇതുവരെ എത്തിച്ചത്. 25ഓളം കോട്ടേജ് ആണ് ഇതിനകത്ത് വരുന്നത്, വരിക്കാശ്ശേരി മന ഉൾപ്പെടെ. അതിനകത്തൊരു ഫസ്റ്റ് ഫേസ് ആണ് നമ്മളിപ്പോ ഇത്രയും ഒരു 10-15 ഫാമിലീസിന് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കിയേക്കണേ. അതിന്റെ ഫസ്റ്റ് ഫേസ് ആണ് നമ്മളിപ്പോ ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോ അത് ചോദിക്കാൻ വരികയായിരുന്നു. ആക്ച്വലി ഇവർക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് അറിയണം ആഗ്രഹമുണ്ട്. നമ്മുടെ ഇതൊരു ഫേസ് 1 മാത്രമാണ്. അദ്ദേഹം അതിനെ കുറിച്ച് പറയും. അതെ, ഇതിപ്പോ ഫസ്റ്റ് ഫേസിൽ നമ്മള് ഒരു മൂന്ന് ഫ്രെയിമാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്രെയിമില് ദി വില്ലേജ്, സെക്കൻഡ് ഫ്രെയിമില് നമുക്കൊരു യൂറോപ്യൻ തീം നമ്മളൊരു ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് കോട്ടേജസ് ആണ് ചെയ്യുന്നത്. തേർഡ് ഫ്രെയിമിൽ ഒരു അറബിക് തീമാണ്. അപ്പൊ ഫസ്റ്റ് ഫ്രെയിമിലെ ഇപ്പൊ ഓപ്പൺ ആയിരിക്കുന്നത്. അതിനകത്ത് വരുന്ന വെച്ചാൽ ചന്ത, പഞ്ചായത്ത് ഓഫീസ്, നമ്മുടെ നാട്ടിലെ ചായക്കട, പിന്നെ അംഗൻവാടി, അമ്പലക്കുട്ട്, കുറെ കോട്ടേജുകൾ, ബാംബു ഹട്ട്, ഒരു വില്ലേജിൽ വരുന്ന ഫീൽഡിലുള്ള എല്ലാ കാര്യങ്ങളും, ഫിഷ് പോണ്ട്, പാട്ടുപുര, എഴുത്തുപുര, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഇപ്പൊ ഓപ്പൺ ആയിരിക്കുന്ന, എല്ലാവർക്കും കാണാൻ പറ്റും ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അതുപോലെ തന്നെ സെക്കൻഡ് ഫേസിൽ ഇൻസ്റ്റാഗ്രാമുമാണ് നമ്മുടെ ഇവിടെ. ഇത് ഫുള്ള് ഫോറസ്റ്റ് ആവും. ഫോറസ്റ്റിന് നടുക്ക് കുഞ്ഞു കുഞ്ഞു കോട്ടേജുകൾ വരും, ഹട്ടുകൾ വരും. അതൊരു യൂറോപ്യൻ തീം. അടുത്ത ഏരിയയിലേക്ക് ഡെസേർട്ടിലെ ക്യാമ്പ്, ഒരു അറബിക് ബെല്ലി ഡാൻസ് ഒക്കെ വരുന്ന ഒരു 3 ഫ്രെയിമാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ഫ്രെയിം നമ്മൾ ഇന്ന് ഈ ദിവസം ഓപ്പൺ ആയിരിക്കും. 2 ഇതിനോട് സഹകരിച്ച ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി പറയാനുള്ളത് ഞങ്ങളുടെ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് ആരും ഉറങ്ങിയിട്ടില്ല, രാപകലില്ലാണ്ട്. അവർക്ക് അതിനകത്ത് ഒത്തിരി എന്താ പറയാ, ഒരുപാട് നന്ദി അറിയിക്കുന്ന ഒരു കാർപ്പൻട്രി മനോജേട്ടൻ, നമ്മുടെ വെൽഡർമാര്, ഹരീസ്, എല്ലാവരെയും ഞാൻ വിളിക്കുന്നതാണ് ഇതിന്റെ ഒരു ഇതിലേക്ക്, സ്റ്റേജിലേക്ക്. അപ്പൊ അവരോട് ഒരുപാട് നന്ദി. പിന്നെ ഞാൻ ഇന്ന് ആക്ച്വലി നമ്മൾ തുടങ്ങിയ സമയത്ത് മുതൽ ചെറിയ ചെറിയ ഹെൽപ്പുകളും അഗ്രികൾച്ചർ ഭാഗമായിട്ട് ഞാൻ എപ്പോഴും ചെറിയ സംശയങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു എല്ലാവർക്കും അറിയുന്ന വ്യക്തി, ഷാർജയിൽ ഇതേപോലെ തന്നെ ഒരു കേരളം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് മിസ്റ്റർ സുധീഷ് ഗുരുവായൂർ. കാരണം എനിക്ക് ചില അഡ്വൈസ് തരുന്നതും എന്തെങ്കിലും സപ്പോർട്ടിന് വിളിച്ച ആ സമയത്ത് തന്നെ ഓടി വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പുള്ളി. ഇതേപോലെ തന്നെ മീൻസ് നമ്മുടെ അത്ര ചെയ്ത് എന്റെ ഇതിനേക്കാളും വേറൊരു ലെവലിലൊരു കേരളം ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് സുധീഷ് ഗുരുവായൂർ. ഗിന്നസ് വേൾഡ് റെക്കോർഡാണ് ഡോക്ടറിനെ പരിചയപ്പെടുത്താൻ. കാരണം പുള്ളി ഒരു കൊച്ചു കേരളം വയലുണ്ടാക്കി ഷാർജയിലെ വ്യക്തിയാണ്. വയലുണ്ടാക്കി പറിച്ചൊരാളാണ്. ചെറിയ കാര്യമല്ല. അപ്പോ പുള്ളിനെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വന്നതിൽ ഒരുപാട് നന്ദി സുധീഷേട്ടാ. 2 ഫാമിങ്ങില് എൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത മിസ്റ്റർ വിനയ്. ഓൺലി ഫ്രഷ് എല്ലാവർക്കും അറിയായിരിക്കും. ഫാമിങ്ങിൽ ഇപ്പോൾ ഒരു ഓൺലൈൻ സ്റ്റോറിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അജ്മാനിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ട് ഒരു ഓൺലൈൻ സ്റ്റോറാണ്, എല്ലാവർക്കും പരിചയമുള്ളതാണ്. അതിൽ വൺ ഓഫ് പാർട്ട്ണറാണ് കേശു. പിന്നെ ഒരു വിനയ് ഉണ്ട്, പുള്ളിയുടെ തിരക്കിലാണ് എല്ലാവരും. ഒരുപാട് എനിക്ക് സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തു അഗ്രി ഫാമിലേക്കും കാര്യങ്ങൾക്കുള്ള ഒരുപാട് നന്ദി കേശുവേട്ട. വിനയനെ ഞാൻ ആ നന്ദി അറിയിക്കുന്നു. ജോയിച്ചേട്ടൻ എൻ്റെ നാട്ടുകാരൻ, അതിരപ്പള്ളി മാജിക് ലാൻഡ് എന്ന് പറഞ്ഞ റിസോർട്ട് എല്ലാവർക്കും അറിയായിരിക്കും ചിലപ്പോൾ. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് തൊട്ട് മുമ്പ് ഒരു 16ഓളം കോട്ടേജ് ചെയ്തിട്ടുള്ള മാജിക് ലാൻഡ് റിസോർട്ടിന്റെ ഉടമയാണ് ജോയിച്ചേട്ടൻ. ഈ റീസെന്റ് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ പുതിയൊരു പ്രോപ്പർട്ടി ഷാർജയില് യാക്കോബ്സ് ദി മാജിക് ലാൻഡ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയിൽ ഞാനും ജോയിച്ചേട്ടനും കൂടി ചെയ്യുന്നു. അതേപോലെ തന്നെയാണ് നാട്ടിൽ നമ്മുടെ യാക്കോബ്സിന്റെ ഒരു മാജിക് ലാൻഡും കൂടി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വില്ല പ്രൊജക്ട് അല്ല, ആക്ച്വലി ഫാം പ്രൊജക്ട് അതിരപ്പള്ളിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ സ്റ്റാർട്ട് ചെയ്യുന്നതിലും നമ്മുടെ ഈ വിശിഷ്ട വ്യക്തി തന്നെയാണ് നമ്മൾ ഔദ്യോഗികമായിട്ട് ഇപ്പൊ നമ്മൾ അറിയിക്കുന്നു ബ്രാൻഡ് അംബാസിഡർ ആയിട്ട്.
അപ്പൊ അതിലും ഡോക്ടറിന്റെ ഒരു അപ്പൊ നമ്മുടെ ഇനി അങ്ങോട്ടുള്ള ജേണിയിൽ നമ്മുടെ കൂടെ നമ്മുടെ ഒരു ബ്രദറായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും ഡോക്ടർ റോബിൻ. ഒരുപാട് സന്തോഷം. പിന്നെ ഒരു സർപ്രൈസ് ഈ സമയത്ത് നമ്മളെല്ലാവരും കൂടി പറയുകയാണ്. ഒരു ഡോക്ടർ റോബിൻ ഇവിടെ വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്തതാണ്. കാരണം നമുക്ക് ഈ പ്രൊജക്റ്റിൽ ഇല്ലം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇല്ലം എന്ന് പറഞ്ഞാൽ ടിപ്പിക്കൽ എൻ്റെ ഗ്രാമം, അതിനകത്ത് സൈക്കിളുള്ള വീട് മുതൽ അംബാസഡർ കാറുള്ള വീടുള്ള ഒരു കോൺസെപ്റ്റാണ്. 7 ഇല്ലമാണ് അതിനകത്ത് വരുന്നത് ഫസ്റ്റ് ഫേസിൽ തന്നെ. അതിനകത്ത് ഫസ്റ്റ് തറവാട് വീട് ഞങ്ങളുടെ വകയായിട്ട് ഡോക്ടർ റോബിന്. ആ തറവാട് വീടിന്റെ ഡോക്ടർ അത് ഒഫീഷ്യലി പറഞ്ഞു എല്ലാവരും. അത് ഞാനായിട്ട് ആ തറവാട് വീടിന്റെ തറക്കല്ല് ഞങ്ങൾ നാളെ ഡോക്ടർ റോബിനെ കൊണ്ട് ഇവിടെ ഇടുകയാണ്. അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആ ഒരു പരിപാടിയിലേക്ക് ഈവനിങ് ഒരു മീറ്റപ്പ് ഉണ്ട് ഡോക്ടറായിട്ട്. അതിലേക്ക് വേണ്ടിയിട്ട് എല്ലാവരെയും, വന്നിരിക്കുന്നവരെയും ഇത് കാണുന്നവരെയും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇതാണ് ഞങ്ങൾക്ക് ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് ഡോക്ടറിന് തരാനുള്ളത്. ഇതിന് കൈയടി വേണം. ഇത്രയും നല്ലൊരു ഗിഫ്റ്റ് അല്ലേ നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ആ ഇല്ലം നമുക്ക് എന്നും ഞങ്ങള് UAE ഇവിടെ ഉള്ളിടത്തോളം കാലം അത് ഡോക്ടർ റോബിന്റെ പേരിൽ അറിയപ്പെടുന്ന തറവാടായിരിക്കും. ഡോക്ടർ റോബിന് എന്ന് UAE വരുമ്പോഴും ഡോക്ടർ റോബിന്റെ സ്വന്തമായിട്ടൊരു തറവാട് നമ്മുടെ യാക്കോബ്സിന്റെ ഫസ്റ്റ് വില്ല. തീർച്ചയായിട്ടും ഡോക്ടർ റോബിന്റെ ആ തറവാട് വീട് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നമ്മൾ ഇതിനേക്കാളും വലിയൊരു ആഘോഷം നമ്മളിവിടെ നടത്തുന്നതായിരിക്കും. നാളെ അതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള കല്ലിടൽ ചടങ്ങുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇതാണ് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കൈമാറാം. കുറെ കാര്യങ്ങളൊക്കെ ഇതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. മിസ് ബീന. അതെ, ഹലോ, എല്ലാവർക്കും നമസ്കാരം. ശരിക്കും ഞാൻ വളരെ നെർവസ് ആണ്, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എന്നാലും ഈ ഒരു സമയം, ഈ ഒരു മൊമെൻ്റ് എനിക്ക് വളരെ പ്രൗഡാണ്. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഹസ്ബൻഡ്, നിങ്ങളുടെ എല്ലാ യാക്കോബ്സ് ഫിനിക്സ് എൻ്റെ ഫിനിയാണ്. അപ്പം ഒരു കുഞ്ഞ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ഒരു അമ്മ എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ ഉദരത്തിൽ തുടക്കം അത് പേറുന്നത് പോലെ പരിപാലിച്ച് അതിനകത്ത് ആലോലിച്ച് ഒരു വലിയ സ്വപ്നമായിരുന്നു പുള്ളിയുടെ. അതിൻ്റെ പേരിൽ വീട്ടിൽ അങ്ങനെ ഇടയ്ക്ക് ലേറ്റായിട്ടൊക്കെ വരുമ്പോൾ ഞാൻ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. വഴക്കാളിയായ ഒരു ഭാര്യയാവും ചില സമയങ്ങളിലൊക്കെ. എന്നാലും ഈ 10 മാസം കഴിയുമ്പോൾ ഇതിങ്ങനെയൊരു ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് ശരിക്കും ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് സന്തോഷവും ഭയങ്കര നിങ്ങളെല്ലാവരുടെയും പ്രസൻസും ബ്ലെസ്സിങ്സും ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അതിനേക്കാളും ഉപരി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എനിക്കെന്നല്ല, എല്ലാ അമ്മമാർക്കും ചേച്ചിമാർക്കും അനിയത്തിമാർക്കും ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള വ്യക്തിയാണ്. അപ്പം ചേട്ടന്മാരൊക്കെ ഇവിടെ പോയി, ചേട്ടന്മാർക്കും അത് പറഞ്ഞോളൂല്ലോ. അപ്പൊ ചേട്ടന്മാർക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും ഒക്കെ എല്ലാവർക്കും ഡോക്ടർ റോബിനെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പം ഈ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ തന്നെ ഞങ്ങളുടെ ഈ സംരംഭത്തിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആയതിൽ എനിക്ക് ശരിക്കും സന്തോഷവും അതിലുപരി ഒരുപാട് അഭിമാനവും തോന്നുന്നു. പിന്നെ എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ഈ 2023 എല്ലാവർക്കും ഒരുപാട് സന്തോഷവും ഒരുപാട് അനുഗ്രഹങ്ങളും ഉള്ളതാവട്ടെ എന്ന് ഞാൻ മനസ്സ് നിറഞ്ഞ് എല്ലാവർക്കും ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മിസ് ബീന. ആ നെർവസ് അപ്പം പോയല്ലേ സംസാരിച്ചു തുടങ്ങിയപ്പോ? എന്തോ നെർവസ് ഒക്കെ മാറിയല്ലേ? മാറി. എന്തായാലും ഈ ഒരു സന്തോഷത്തിൽ നമുക്ക് എല്ലാവർക്കും പങ്കുചേരാൻ പറ്റി. ഇപ്പൊ വേറെ എന്തെങ്കിലും ഇനി പറയാനുണ്ടോ? ഞാൻ ജോയ്സറിന് കൈമാറാൻ കാരണം അതിരപ്പള്ളിയിൽ ഒരു പുതിയ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഔദ്യോഗികമായിട്ട് ഡോക്ടർ റോബിനെ തന്നെ നമ്മൾ അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യം ജോയ്സറിന് പറയുന്നതായിരിക്കും. ഹായ് എവരിവൺ. ഇന്നത്തെ ദിവസം എല്ലാവരും കൂടെ വന്നതിന് താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്തു. നമുക്ക് നല്ലൊരു അതിഥിനെ കിട്ടി. ഡോക്ടർ രാധാകൃഷ്ണൻ ഇവിടെ ഉണ്ട്. റോബിൻ രാധാകൃഷ്ണൻ. ഓക്കെ, അതിരപ്പള്ളിയിൽ നമ്മളൊരു പ്രൊജക്റ്റ് ഓൾറെഡി ഉണ്ട്. ഒരു റിസോർട്ടാണ്. അതിനകത്ത് ഇൻഡിവിജ്വൽ കോട്ടേജ് ആയിട്ട് ഒരു 17 കോട്ടേജ് 2 ഏക്കർ സ്ഥലത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് ഫാമിലി ഗെറ്റ് ടുഗദറും അതുപോലെ തന്നെ താമസിക്കാനുള്ള സൗകര്യങ്ങളതാണ്. അതുകൂടാതെ നമ്മളിപ്പോൾ ഒരെണ്ണം കൂടി 3 ഏക്കർ സ്ഥലത്ത് ഓൺലി 10 ഫാം, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കൂടുതലില്ല, 10 വില്ലാസ് ആയിട്ട് ഫാം ഹൗസായിട്ട് നമ്മൾ ചെയ്യുന്നു. ഇതിലും കുറച്ചും കൂടി സൗകര്യത്തോട് കൂടിയിട്ട് നമ്മുടെ നാട്ടിൽ ചെയ്യുന്നു. അപ്പോൾ അത് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെ അതിൻ്റെയും ബ്രാൻഡ് അംബാസഡർ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ തന്നെയായിരിക്കും. അപ്പോൾ ആരെങ്കിലും താല്പര്യക്കാരുണ്ടെങ്കിൽ നമുക്ക് വിസിറ്റ് ചെയ്യാം.
പിന്നെ നിങ്ങൾക്ക് സ്ഥലം വിസിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഇത് അടുത്ത് തന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. 10 വില്ലാസ് മാത്രമേ ഉള്ളൂ, അതിന് ഫാം ഹൗസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡിമാൻഡ് കൂടുതലുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവരും ഈ ഫാം ഹൗസ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, ഫാം ഹൗസ് തന്നെയാണ്, വില്ല പ്രോജക്റ്റ് അല്ല എന്നാണ് സർ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം. നമുക്കപ്പോൾ നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫിന് നമുക്ക് എന്തായാലും റെക്കഗ്നീഷൻ കൊടുക്കണ്ടേ അല്ലേ? അപ്പൊ അവരെ പെട്ടെന്ന് ഞാൻ വിളിക്കാം. അപ്പം നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഒന്ന് സർട്ടിഫിക്കറ്റ്സ് അവർക്ക് കൊടുക്കാം. ഓക്കെ, ഞാൻ പേര് വിളിക്കാം.